ഒരു വലിയ പ്രഖ്യാപനം, ഒരു വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മസ്ജിദുകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനകൾക്കിടയിൽ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രഭാഷണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാറുന്ന കാഴ്ചകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ചില ഫത്വകൾ പുറപ്പെടുവിക്കുന്നതും ഇത്തരം പ്രഭാഷണങ്ങളിലൂടെയാണ്. ഇതിനെതിരെ രംഗത്ത് വരികയും ഇപ്പോൾ ഒരു നിയമം മൂലം ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ വഖഫ് ബോർഡ് ചെയർമാൻ സലീം രാജ ഒരു സർക്കുലർ എല്ലാ പള്ളിക്കും നൽകിയിരിക്കുന്നു. 3800 പള്ളികൾക്കാണ്, എല്ലാ മസ്ജിദുകൾക്കാണ് ഈ സർക്കുലർ നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, മസ്ജിദുകൾ മതപരമായ കാര്യങ്ങളാണ്. അവിടെ മതപരമായ കാര്യങ്ങൾ മാത്രമാണ് പറയേണ്ടത്. മതം പഠിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം. രാഷ്ട്രീയം പറയുന്ന വേദിയാക്കി മസ്ജിദുകളെ മാറ്റാൻ കഴിയില്ല. ഒപ്പം തന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഇടമല്ല മസ്ജിദുകൾ. അത് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ. ആദ്യ ഘട്ടമെന്ന നിലയിലാണ് ഈ നോട്ടീസ് നൽകുന്നത്. ഈ വെള്ളിയാഴ്ച മുതൽ അതിൽ പ്രാബല്യത്തിൽ വരും. ഈ പ്രസംഗങ്ങൾ മോണിറ്റർ ചെയ്യും. ഈ പ്രസംഗങ്ങളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ചെയർമാൻ സലീം രാജ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ പ്രഖ്യാപനമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജ്യത്തെ വിവിധ മസ്ജിദുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒപ്പം തന്നെ അവിടെ സംഘർഷമുണ്ടാകുന്ന സമയത്തുമൊക്കെ നിർദ്ദേശങ്ങൾ പലതും ഇത്തരം മസ്ജിദുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. ഒപ്പം തന്നെ ചില ഫത്വകൾ പുറപ്പെടുവിക്കുന്നതും ഇത്തരം മസ്ജിദുകൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഇടയിൽ നടക്കുന്ന പ്രഭാഷണത്തിലാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ, മതകേന്ദ്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത്, മതകേന്ദ്രങ്ങൾ അതിനുവേണ്ടി തന്നെ നിലകൊള്ളണം. അത്തരം കാര്യങ്ങൾ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രഭാഷണം ആത്മീയ തലത്തിലേക്കുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നതായിരിക്കണം. പകരം ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലൈനിലേക്ക്, രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന രീതിയിലേക്ക് ഇനി അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം പ്രഭാഷണങ്ങൾ ഇനി വേണ്ട എന്ന് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.